നമസ്കാരം കൂട്ടുകാരെ. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ പരിസരപഠന പാഠപുസ്തകത്തിലെ ലീഫ് ടു ഹാസ് ടു സേ എന്ന് പറയുന്ന പാഠഭാഗമാണ്. ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. റൂട്ട്സ്, ലീഫ് വെനേഷൻ, ടൈപ്സ് ഓഫ് റൂട്ട്സ്, ടൈപ്സ് ഓഫ് വെനേഷൻ, കോഡ്ലിഡോൺ, ടൈപ്സ് ഓഫ് കോഡ്ലിഡോൺസ്. വേരുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. സസ്യങ്ങളെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തി വെള്ളവും ലവണങ്ങളും വലിച്ചെടുത്ത് സസ്യങ്ങളെ വളർത്താൻ സഹായിക്കുന്നത് വേരുകളാണ്. വേരുകൾ പ്രധാനമായും 2 വിധത്തിലാണുള്ളത്. ഒന്ന് ടാപ്പ് റൂട്ട് സിസ്റ്റം, മറ്റത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്നിവയാണ്. നമുക്ക് ചുറ്റുമുള്ള സസ്യജാലങ്ങളെ എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായും എല്ലാ സസ്യങ്ങളും ഈ 2 റൂട്ട് സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അത് മാവോ പ്ലാവോ സാധാരണ പുല്ലോ മുളയോ എന്തുമായിക്കോട്ടെ, അവയെല്ലാം തന്നെ ഈ വിഭാഗത്തിൽ പെടുന്നു. നമുക്ക് തായ്വേര് പടലം എന്താണെന്ന് നോക്കാം. തായ്വേര് പടലത്തിന് പ്രധാനമായും ഒരു മെയിൻ റൂട്ട് കാണും. ആ റൂട്ടിൽ നിന്നാണ് ബാക്കിയുള്ള ബ്രാഞ്ച് റൂട്ട്സ് ആരംഭിക്കുന്നത്. ഈ വേരുകൾ വളരെ ആഴത്തിൽ മണ്ണിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇവയെ വലിച്ചെടുക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. തായ്വേര് പടലത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടതാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം അഥവാ നാരുവേര് പടലം എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായും ഒരു വേരില്ല. എല്ലാ വേരുകളും തണ്ടിൽ നിന്ന് ആരംഭിക്കുന്നു. നാരുവേര് പടലത്തിൻ്റെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവയെ വലിച്ചെടുക്കുന്നതിനായി വളരെ എളുപ്പമാണ് താനും. നാരുവേര് പടലത്തിന് ഉദാഹരണങ്ങളായി പറയാവുന്നവയാണ് വാഴ, പുല്ല് മുതലായവ. സസ്യങ്ങളുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.